ശ്ലോകം 8. ഹരിം വിനിശ്ചിത്യ ഭവന്തം. ഹേ ഗുരുവായൂരപ്പ, അങ്ങ് വിഷ്ണു തന്നെയാണ് എന്ന് ഈ സംഭവം കൊണ്ട് അവർ ഉറപ്പിച്ചു. ഹരിം വിനിശ്ചിത്യ ഭവന്തം. ആരൊക്കെ? എല്ലാവരും. ഏതാൻ ആരൊക്കെ? അവർക്ക് എന്താ അവരുടെ ആഗ്രഹം? ഭവൽപദാലോകന ബദ്ധതൃഷ്ണൻ. അങ്ങയുടെ പദം, അങ്ങയുടെ സ്ഥാനം, ആ വൈകുണ്ഠം ആലോകനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരിയ്ക്കണം. അത് ഭഗവാൻ കണ്ടു. ഭവത്പദാലോകന ബദ്ധതൃഷ്ണൻ നിരീക്ഷ്യ. അവർ പറഞ്ഞു. പറയാത്തവരുടെ മനസ്സിൽ ഉള്ളതായ ചിന്താഗതി ഭഗവാൻ അറിഞ്ഞു. നിരീക്ഷ്യ. പരമം പദം തത്. ആ പരമമായ പദം, ആ വൈകുണ്ഠ പദം ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോവാണ്. ആ യമുനയിൽ ബ്രഹ്മഹൃദം എന്നു പേരായ ഒരു സ്ഥാനമുണ്ട്. ആ ബ്രഹ്മഹൃദത്തിലേക്ക് അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി. ആ സ്ഥാനം എങ്ങനെയുള്ളതാണ്? ദുരാപമന്യൈഹി. മറ്റാർക്കും അവിടെ പ്രാപിക്കാൻ സാധ്യമല്ല, അത് കാണാൻ സാധ്യമല്ല. സാധാരണ ആരാ കാണുന്നത്? മുനീശ്വരന്മാർ, ഋഷീശ്വരന്മാർ. അവർക്കേ അത് കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ അവർക്ക് പോലും കാണാൻ സാധിക്കാത്ത ദുരാപമന്യൈഹി. അവിടെ പോയി ഈ വെള്ളത്തിൽ മുങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അവരെല്ലാവരും മുങ്ങി. അവർ ആ വൈകുണ്ഠത്തിൽ ഇരിക്കുന്നു. ആ ആനന്ദം, ആ സച്ചിദാനന്ദം അവരനുഭവിച്ചു. അവർ ഗോപന്മാരാണ്, ഗോകുലവാസികളാണ്. എല്ലാം മറന്നു. എല്ലാം മറന്നിട്ട് അവർ ആ ഹൃദത്തിൽ, ബ്രഹ്മഹൃദത്തിൽ വളരെ നേരം അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഗോപികൾക്ക് ഏതൊരാനന്ദമാണോ ഇനി കൊടുക്കാൻ പോകുന്നത്, അതിന് ഉപരിയായിട്ട്, അതിന് മുകളിലായിട്ട് ഈ ഗോപന്മാർക്ക് ആ ബ്രഹ്മപദത്തിനെ, വൈകുണ്ഠപദത്തിനെ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. ഋഷീശ്വരന്മാർക്ക് പോലും കാണാൻ സാധിക്കാത്തതായ ആ വൈകുണ്ഠപദത്തിനെ ഈ ഗോപന്മാർ, എല്ലാവരും അത് അർഹിക്കുന്നവരല്ല, പക്ഷേ എല്ലാവരും ഇത്രയും കാലം, 11 കൊല്ലത്തോളം ആവാറായി, ഇത്രയും കാലം തൻ്റെ കൂടെ കഴിഞ്ഞതല്ലേ, അവരെല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു. ശ്ലോകം 9. സ്ഫുരൽപരാനന്ദ രസപ്രവാഹ. എന്തെന്നില്ലാത്ത ഒരാനന്ദം, സച്ചിദാനന്ദം, അത് സ്ഫുരത്, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രകാശം 4 ഭാഗത്തുമുണ്ട്. പ്രപൂർണ കൈവല്യം. കൈവല്യം, കേവലസ്യ ഭാവം കൈവല്യം. ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതായ, അതാണ് കൈവല്യം, മോക്ഷം എന്ന് പറയുന്നത്. ഈ ശരീരമല്ല ഞാൻ, ഇതിൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് എന്നുള്ളതായ ജ്ഞാനം അനുഭവമാകുന്നതാണ് കൈവല്യം. ആ കൈവല്യം ആണിപ്പോൾ ഇവർക്ക് കിട്ടിയത്. പ്രപൂർണ കൈവല്യം, സമ്പൂർണമായ ആ കൈവല്യം. ഇവിടെ അതൊരു മഹാപയോധവും വലിയൊരു സമുദ്രമായിട്ട് ആണ്. യമുനയിലാണെങ്കിലും അത് ബ്രഹ്മഹൃദമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ബ്രഹ്മഹൃദമാകുന്ന മഹാപയോധിയിൽ അവർ ഈ ആനന്ദം അതൊരു പ്രവാഹമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ വളരെ നേരം അവർ രമിക്കുകയുണ്ടായി. ചിരം നിമഗ്നാഹ. എത്ര നേരം അതിൽ മുങ്ങി കിടന്നു അറിയില്ല. അവർക്ക് അവരാരാണെന്നും എവിടുന്നാണ് വന്നതെന്നും എല്ലാം മറന്നു. അതാണ് കൈവല്യം. ഇതാർക്കൊക്കെ സാധിച്ചു? ഗോപസംഘാഹ. ഏതൊക്കെ ഗോപസംഘം അന്ന് ഭഗവാന്റെ കൂടെ പോയോ
അവർക്കെല്ലാവർക്കും അനുഭവം ഉണ്ടായി. ആ സച്ചിദാനന്ദമാകുന്ന ആ പയോധി, ആ ബ്രഹ്മഹൃദത്തിൽ അവരെല്ലാവരും മുങ്ങിക്കുളിച്ച് ആ പരമാനന്ദം അനുഭവിച്ചു. അവരാരും മുകളിലേക്ക് പൊന്തി വരുന്നില്ല. അപ്പോൾ ഹേ ഭഗവൻ ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ, അവരെ അവിടുന്ന് പൊക്കിയത് ഭഗവാൻ തന്നെയാണെന്ന് അർത്ഥം. അതായത് അവർക്ക് ഗോകുലത്തിനെ കുറിച്ചുള്ളതായ ഓർമ്മയെല്ലാം പോയി, ആ ഓർമ്മയെങ്കിൽ കൊടുത്തു. തങ്ങൾ ആരാണ്, എവിടുന്നാണ് വന്നത് എന്നുള്ള ഓർമ്മയെല്ലാം പോയി പരമാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സന്ദ്രാനന്ദാവ ബോധാത്മകമാണ്. അവിടെ ഒരു വിഷയത്തിനും സ്ഥാനമില്ല. അങ്ങനെയാണ് ചിരം നിമഗ്നാഹ, അതിലവർ മുങ്ങിക്കിടന്നിരുന്ന് എപ്പോൾ അവരെ പൊക്കണമെന്ന് ഭഗവാൻ ഉദ്ദേശിച്ചുവോ അവരിൽ ആ ചിന്ത കൊടുത്തു, തങ്ങൾ ആരാണ്. അപ്പോൾ അവരെല്ലാവരും പൊന്തി. പുനരുദ്ധൃതാസ്തേ, അവരെല്ലാവരെയും ഭഗവാൻ പൊക്കിക്കൊണ്ടുവന്നു. ഈ ഭഗവൻ അങ്ങയുടെ ലീലകൾ എത്രമാത്രമുണ്ട് ആർക്കും പറയാൻ സാധ്യമല്ല. ഭഗവാന്റെ മാഹാത്മ്യം ഭാഗവതം പറയുന്നു. കടൽപ്പുറത്തെ മണ്ണ് ആർക്കെങ്കിലും എണ്ണാൻ സാധിക്കുമോ? ഇല്ല. പോട്ടെ, ഒരാൾ എണ്ണി തന്നെ വിചാരിക്കുക. അത് എണ്ണിയാലും ഭഗവാന്റെ മാഹാത്മ്യം എണ്ണാൻ പറ്റില്ല. ശ്ലോകം 10. കരവദരവദേവം ദേവകുത്രാവതാരേ, ഹേ ദേവ, അല്ലയോ പ്രകാശസ്വരൂപ, ഹേ ഗുരുവായൂരപ്പ, അങ്ങ് പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജം, ഭക്തിയുള്ള ആ ഗോപന്മാർക്ക് അങ്ങ് ഈ പരമപദമാകുന്ന വൈകുണ്ഠത്തിനെ കാണിച്ചു കൊടുത്ത് ആ വൈകുണ്ഠത്തിൻ്റെ ആനന്ദത്തിനെ നുകരാൻ അവരെ അനുഗ്രഹിക്കേണ്ടായില്ലേ? ഇതുപോലെ കരബദരവത്, കയ്യിൽ കിട്ടിയ ബദരഫലം പോലെ, നമ്മൾ കരതലാമലകെന്ന് പറയും, കയ്യിൽ കിട്ടിയ നെല്ലിക്ക പോലെ. അപ്പോൾ യാതൊരു വിധത്തിലുള്ളതായ യോഗങ്ങളും ചെയ്യാത്തവർ മറ്റേ പല യോഗങ്ങൾ ചെയ്തിട്ടാണ് ആ അവസ്ഥയിൽ ആൾക്കാരെത്തുക. ഇത് ഒരു യോഗവും ഇല്ല, ഒരു ജ്ഞാനവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള അവരെ എല്ലാവരെയും ഈ പരമപദത്തിൽ അങ്ങ് എത്തിക്കില്ലേ, അത് കാണിച്ചു കൊടുക്കുകയുണ്ടായില്ലേ? തദിഹ പശുവരൂപീ, ഈ ഭഗവാൻ ഇപ്പം എങ്ങനെയുണ്ട്? ഈ പശുവന്മാരുടെ രൂപത്തിൽ, ഗോപന്മാരുടെ രൂപത്തിൽ ഗോകുലത്തിൽ അങ്ങിരിക്കണു. അങ്ങനെയുള്ള അങ്ങ് സാക്ഷാൽ പരാത്മാ, വാസ്തവത്തിൽ ആ പരമാത്മാവ് തന്നെ, ആ വിഷ്ണു ഭഗവാൻ തന്നെ. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഭട്ടപാദമുനി പറയുകയാണ്, അങ്ങ് വിഷ്ണു തന്നെയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പവനപുര നിവാസിൻ, ഒടുവിലുള്ള അഭ്യർത്ഥന, എല്ലാ ദശകത്തിൻ്റെ ഒടുവിൽ വരുന്ന അഭ്യർത്ഥന. പവനപുര നിവാസിൻ, സ്ഥൂലാർത്ഥം പവനൻ വായുദേവൻ, വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട പുരം ഗുരുവായൂർ, ഗുരുവായൂരിൽ നിവസിക്കുന്നവൻ ഗുരുവായൂരപ്പൻ. സൂക്ഷ്മാർത്ഥം പവനൻ നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ, ആ പ്രാണൻ്റെ പുരം നമ്മുടെ ശരീരം, ആ ശരീരത്തിൽ വസിക്കുന്നത് ആത്മാവ്. പവനപുര നിവാസിൻ, അപ്പം എൻ്റെ ആത്മാവ് തന്നെയായ ഹേ ഗുരുവായൂരപ്പ, എൻ്റെ ആത്മാവ് തന്നെയായ ഹേ ഗുരുവായൂരപ്പ, പാഹിമാം അമയേഭ്യ, എന്നെ ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ. വരുമ്പോൾ ഒരൊറ്റ രോഗമേ ഉണ്ടായിരുന്നുള്ളൂ, കാലിൻ്റെ മുട്ടിന് വേദന, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴോ അനേകം രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ മാറുമോ എന്നുള്ള അങ്ങനെ ആദിവ്യാധികൾ അങ്ങനെ ഇതായിരിക്കുകയാണ്.
64 ദിവസമായി ഞാൻ വന്ന് ഭജിക്കണു, ഭേദമില്ല, ചില ദിവസം അധികമാവുന്നുണ്ട്. അതുകൊണ്ട് പാഹിമാം അമയേഭ്യക, ഈ രോഗങ്ങൾ എന്നെ രക്ഷിക്കണേ. എവിടേക്കോ നോക്കി നിൽക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയാലല്ലേ അഭ്യർത്ഥന സ്വീകരിക്കണ്ടു. 100ാമത്തെ ദശകം വരെ ഇത് അവസാനത്തെ ശ്ലോകം വരുമ്പോൾ നോക്കില്ല, ഭഗവാൻ വേറെ സ്ഥലത്തേക്ക് നോക്കും. എന്തുകൊണ്ട്? മേൽപ്പത്തൂരിൻ്റെ സങ്കല്പം എന്തായിരുന്നു? ഋഗ്വേദം പോലെ 100 അധ്യായങ്ങളായിട്ട് എഴുതണമെന്നാണ്. ഇവിടെ 100 ദശകം, അവിടെ എത്തിയില്ല, 64 ആയുള്ളൂ. അപ്പോൾ ഇപ്പം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ എണീച്ച് പുകളയും. അപ്പോൾ നാരായണീയം മുഴുവനാവില്ല, ഭാഗവതം മുഴുവനാവില്ല. അതുകൊണ്ട് അവസാനത്തെ പ്രാർത്ഥന വരുമ്പോൾ എവിടേക്കെങ്കിലും ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളൊന്നും ഭഗവാനോട് അഭ്യർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തു വേണം അത് ഭഗവാൻ അറിയാം. ഒന്നും ചോദിക്കാതിരിക്കൂ. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ ഭക്തി തരണേന്ന് മാത്രം ചോദിക്കൂ, വേറൊന്നും ചോദിക്കരുത്. എന്തുകൊണ്ട്? ആ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കൂ. ഒരു സംശയവും വേണ്ട, ഒരു ജ്ഞാനവും വേണ്ട, ഒരു കർമ്മവും ഏർപ്പെടേണ്ട. ആർക്ക് ഭക്തിയുണ്ടോ അവർ ഭഗവാനിലെത്തുന്നു, യാതൊരു സംശയമില്ല. ഭക്തിയാണ് വേണ്ടത്. ആ ഭക്തി പൂർണ്ണമാവണം, സമ്പൂർണമായ ഭക്തി വേണം. എങ്ങനെ സമ്പൂർണമായ ഭക്തി അറിയണത്? എല്ലാം ഭഗവാൻ അർപ്പിക്കണം. ഒരു കർമ്മഫലത്തിലും നമുക്ക് ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല. ഒരാഗ്രഹവും ഇല്ലാതെ കണ്ട് എല്ലാം ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ആര് ചെയ്യുന്നുവോ, ഭഗവാൻ സ്മരണയോട് ചെയ്യുന്നുവോ അവർ ഭഗവാനിലെത്തുന്നു, യാതൊരു സംശയവും വേണ്ട. എല്ലാ ഭക്തജനങ്ങൾക്കും ആ വിധത്തിൽ ഭക്തി ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. നമസ്കാരം.